ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാഭിമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കമ്പത്താണ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് മുന്നോട്ട് കാണണം. നമ്മൾ കമൻസ് ഒക്കെ താഴേക്ക് അറിയിക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. തമിഴ്നാട്ടിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. ഞങ്ങൾ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ഇതുവരെ ഒരു സ്ഥലം പോലും നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം കഴിച്ചിട്ടുള്ള ഒരു സ്ഥലം പോലും കാണാത്ത രണ്ടുപേരെയും കൊണ്ടാണ് പോകുന്നത്. ഒന്ന് മമ്മി, ഒന്ന് ഇവള് പിന്നെ കോഴിക്കോട് പോയിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല കേട്ടോ. ഒരു സ്ഥലവും കാണാത്ത രണ്ടുപേരും. അതുപോലെ മമ്മിയാണെങ്കിൽ ആ വീടിന്റെ ചുറ്റുവട്ടം കഴിഞ്ഞിട്ട് വേറെ ഒരിടത്തോട്ടും പോയിട്ടില്ല. പുകയിരിപ്പുണ്ട്, മമ്മി ബാക്കിയിരിപ്പുണ്ട്, ആദ്യക്കൊണ്ടുകൂടെ പുകയിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ കേരള തമിഴ്നാട് അതിർത്തിയുള്ള കമ്പംമെട്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ താഴേക്ക് എല്ലാവരെയും കാണിക്കാം. ഇവരെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെയും കൂടെ എല്ലാ കാഴ്ചകളും കാണിക്കാം. ഞങ്ങള് മുന്തിരിപ്പാടമൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മുന്തിരിപ്പാടം ഒരുപാടുണ്ട്, കാണാനൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററേ ഉള്ളൂ കമ്പം വരെ. അപ്പൊ നമ്മൾ ഉള്ളത് കേരള തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിലാണ്. തമ്മിലുള്ള വ്യത്യാസം ഇതിപ്പം കേരളത്തിൽ നിൽക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സെക്കൻഡ് ഒരു കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. വണ്ടിയിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ഇട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. ബാക്ക് ക്യാമറ ഇട്ട് ഇപ്പൊ കാണിക്കാം. അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ താഴേക്കുള്ള തമിഴ്നാടിന്റെ കൃഷികൾ എല്ലാം ഫുള്ള് മെളി നമുക്ക് തൊട്ട് കാണാൻ പറ്റും താഴേക്ക്. അതെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. ഓക്കെ, എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ കാണിക്കണം, ഇവരെയും കാണിക്കണം, രണ്ടുപേര്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത്. നമ്മള് ചെക്ക് പോസ്റ്റിലേക്ക് ചെക്ക് പോസ്റ്റ് ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഇത് കമ്പംമെട്ടാണ് കേട്ടോ. കമ്പംമെട്ട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ചെക്ക് പോസ്റ്റ്. വലിച്ചു താത്തുന്നത്. അതെ. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. അപ്പൊ നമ്മള് ഈ ബോർഡർ ഭേദിച്ച് തമിഴ്നാട്ടിലേക്ക് കയറി. അതാ അവിടെ പോലീസുകാരൊക്കെ ഇതാണ് അതിനകത്ത്. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് രണ്ടിനെയാണ് നടുക്കാണ് കേട്ടോ. കേരളത്തിന്റെ തമിഴ്നാടിന്റെ നടുക്ക്. തമിഴ്നാട്ടിലേക്ക് കയറി. അപ്പൊ നമ്മള് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വിലയും തമിഴ്നാട്ടിലെ വിലയും വെച്ച് നോക്കിയ രണ്ട് വ്യത്യാസം. ഇവിടെ തമിഴൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി മുഴുവൻ തമിഴാണ്. ഫുള്ള് തമിഴായിരിക്കും അല്ലേ. ഇനി നമ്മൾ താഴേക്ക് കാണുന്നത് തമിഴ്നാടാണ് കാണുന്നത്. അത് കുറച്ച് കാണുന്നത് മുഴുവൻ തമിഴ്നാടാണ്. അല്ല, ആ ഭാഗമോ? മുഴുവൻ താഴെ തമിഴ്നാടാണ് ഇനി കാണുന്നത്. മരത്തെ നിറച്ചും കുരങ്ങന്മാര് ചോട്ടി കണ്ട കുത്തിയിരിക്കുന്നത്. ഇല്ല, ഞാനിത് പഠിച്ചോണ്ട് പോലെ ഇല്ലേ, ഇത് ക്ലാസ് കേട്ടിട്ടിരിക്കുവോ? അല്ല, ഞാൻ ആ വളവിന്റെ മറിഞ്ഞു പോയതാ. വനമാണ് കേട്ടോ, നല്ല വനമാണ്. വനത്തിൽ കൂടെ പോവാല്ലേ. ഒരു 5-6 കിലോമീറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് കമ്പത്തിയില്ല. ഇത് കണ്ടോ, ഒരു മരം. ചേലയാണോ ഇത്? അതിന്റെ ചൂട് നോക്കി. ചൂടാണ്, രസമാ. എനിക്ക് വള്ളി തൂക്കി കിടക്കുന്ന മേളിലേക്ക് കാണിച്ചേ. മേള് കാണുന്നുണ്ട്. മേള് കാണാവോ? ചേലവള്ളി അല്ലേ? പക്ഷെ ശരിക്കും ഇതിന്റെ വേര് ഇതെന്ന് തോന്നുന്നു. പേരാണോ എന്താണോ? എന്ത് രസമാ കാണാൻ. കാണുന്നതാണ് തമിഴ്നാട്. നമുക്ക് താഴെ കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് താഴെ കാണിക്കാൻ കേട്ടോ. നല്ല കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിർത്തിയിട്ട് കണ്ടോ, താഴെ കാണുന്നുണ്ടോ നീ? ഇടയ്ക്ക് കാണുന്നുണ്ട്. തമിഴ്നാട് കാണിച്ചു തരാം. തമിഴ്നാട് കാണാൻ കേട്ടോ. ഇവിടെ നിർത്തി കാണിക്കാം. ഇത് കണ്ടോ, താഴോട്ട് നോക്ക്, താഴോട്ട് നോക്ക്. തമിഴ്നാടാണ് കൃഷിഭൂമികൾ അല്ലേ? കൃഷിഭൂമിയാ ഫുള്ള്. നല്ല രസം. ചതുരമായിട്ട് കൃഷിഭൂമികൾ. ആ വെളുത്ത് നിക്കുന്ന ഫുള്ള് കെട്ടിടങ്ങളാ. പാടം പോലെ ഉണ്ട് അല്ലേല്. നല്ല രസമുണ്ട് കാണാൻ. കൃഷിഭൂമി തമിഴ്നാടിന്റെ. ഇതാണ് തമിഴ്നാട്. നമ്മള് തമിഴ്നാട്ടിന്റെ മോളിൽ നിന്ന് എടുക്കുവാണല്ലേ. ഫുള്ള് അപ്പൊ നമുക്ക് ഇറങ്ങി പോവാ ഇനി. ഇറങ്ങി പോവാൻ താഴേക്ക്. താഴേക്ക് ഭയങ്കര കുഴിയാ.
പിന്നെ കണ്ട് പൊന്നെ കണ്ട് പൂവല്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓ ഞാൻ കൃഷിഭൂമികളാ എനിക്ക് കാണേണ്ടത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന പുളിമരങ്ങളാ. ഇത് മുഴുവൻ പുളിമരം തോട്ടമാണ്. പുളിത്തോട്ടം കാണുന്നതാണ്. അപ്പൊ നമ്മള് താഴെ എത്തി കേട്ടോ. കമ്പംമെട്ടിൽ നിന്ന് കമ്പത്തെത്തി, താഴെ എത്തി. ടൗണിലോട്ട് കയറിയില്ല. താഴത്തെ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്കൊക്കെ അടുക്കുന്നത്. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടൗണിലോട്ട് കയറുന്നത്. താഴെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ആകാശം കാണാൻ നല്ല രസം. ഇനി നമുക്ക് കയറ്റവും ഇറക്കമുള്ള വഴി കാണാൻ തിരിച്ച് നമുക്ക് ഇവിടെ വരണം. ഇനി ഫുള്ള് നിരപ്പായിരിക്കും. അപ്പോൾ ഇനിയുള്ളത് തമിഴ്നാടിന്റെ യഥാർത്ഥ കാഴ്ചകൾ. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ആദ്യമായിട്ട് നമ്മൾ പെട്രോൾ അടിക്കുക കേട്ടോ. ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നത് നമ്മൾ മേളിൽ നമ്മൾ കമ്പത്തുനിന്നല്ല, നമ്മൾ കട്ടപ്പനന്ന് നോക്കിയപ്പം 107 രൂപ 67 പൈസയും കണ്ടാണ്. ഇവിടെ വന്നപ്പോൾ 104 രൂപ 40 പൈസ. അതായത് 3 രൂപയ്ക്ക് മേളിൽ വ്യത്യാസമുണ്ട് കേട്ടോ തമിഴ്നാടും കേരളവുമായിട്ട് പെട്രോളിന്. ആദ്യത്തെ കാഴ്ച അത് തന്നെ ആവട്ടെ. ഞങ്ങൾ തമിഴ്നാട്, നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പിൽ ഇറങ്ങി പെട്രോൾ അടിച്ചത് നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടുകൊണ്ട് ഇറങ്ങിയത്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് എടുക്കാനൊന്നും പറ്റുമായിട്ടല്ല ഇറങ്ങിയത്. ഇത് പൂ കണ്ടപ്പോൾ എടുക്കാതെ പോകാനും തോന്നിയില്ല. ഞങ്ങളിവിടെ ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കമ്പത്താണ് നിൽക്കുന്നത്. നമ്മുടെ അടുത്താണ് സ്ഥലം. ഒരു 50 കിലോമീറ്റർ കൂടെ നിങ്ങൾക്കും കാണാം. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് മുന്നോട്ട് കാണണം. നമ്മൾ കമൻസ് ഒക്കെ താഴേക്ക് അറിയിക്കുക. മുന്തിരിപ്പാടം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കമ്പത്തേക്ക് ടൗണിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഒരു പെട്രോൾ പമ്പുണ്ട്. കമ്പംമെട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. നമ്മൾ കുമളി വഴിയല്ല, കമ്പംമെട്ടിൽ നിന്ന് താഴേക്കാണ് വന്നത്. ഒരു 10 കിലോമീറ്റർ താഴേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങി നമ്മൾ പെട്രോൾ അടിച്ചു. മമ്മി ആദ്യ കൂട്ടരും വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് അവരെ വെളിയിലോട്ട് ഇറക്കിയില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. തമിഴ്നാട്ടിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറി താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ. അവിടെ തൊട്ടുള്ള എല്ലാ കാഴ്ചകളും, അതുപോലെ നമ്മൾ മുന്തിരിപ്പാടം കാണാൻ പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. ഫുള്ള് നിങ്ങൾ കൂടെ ഉണ്ടാവണം. ബൈ ബൈ. ബൈ ബൈ അല്ല, തുടങ്ങാറ് ഇവിടെ. രണ്ടുപേര് ചൂടായതുകൊണ്ട് ദേണ്ടേ ഇരിക്കുന്നു. ഇത് വണ്ടിക്കകത്ത് റെസ്റ്റ് എടുക്കുന്നു. ആദി നമുക്ക് പോയാലോ? അന്ന് നമുക്ക് പോവാം. പാടമെല്ലാം റെഡിയാക്കിയിട്ടേക്കാണ്. കാളയല്ലേ? കണ്ടില്ലേ? ഓപ്പോസിറ്റ് ഈ സൈഡിലായിരുന്നല്ലേ? ഇനി കാണാനേ ഇഷ്ടം പോലെ കാളയുണ്ട്. പാടം ഒരുക്കി വെച്ചിരിക്കുവാണ്. അടിപൊളി. അടുത്ത കൃഷിക്കുള്ളത് ഒരു സൈഡ് പാടമായിരുന്നു. തെങ്ങിൻതോപ്പ്. ഇതാണ് ശരിക്കും തെങ്ങിൻതോപ്പ്. ഫുള്ള് രസം. നല്ല രസമുണ്ട്. നോക്ക്, 3 പേരോ? വാഴത്തോട്ടം. അണേ മുന്തിരിപ്പാടം. ആ ചേട്ടൻ പറഞ്ഞു. മുന്തിരിക്കണ്ടോ? അടിക്കടിക്ക് ബോക്സ് ആക്കി മുന്തിരിപ്പാടം 2 കിലോ 100. അല്ല, മുന്തിരിപ്പാടം കൃഷിയാ. കൃഷി സ്ഥലം. കിലോമീറ്റർ ലെഫ്റ്റിലാ റൈറ്റിലാ? സ്ട്രൈറ്റ് ആയിട്ട് പോയാ വഴി പക്കത്തിലാ? മുന്തിരിത്തോട്ടം ரைட்ல இருக்கு, லெஃப்ட்ல இருக்கு. ஓகே, தேங்க்ஸ் அண்ணா, தேங்க்ஸ். നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തി. MSR മുന്തിരിത്തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അതാ ഞാൻ നേരത്തെ കണ്ടേന്നു. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. നോക്കട്ടെ. കായില്ല. ആ സൈഡിലേക്ക് പോകാം. മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് കയറുവാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. വൈനൊക്കെ ഉണ്ട് കേട്ടോ, മുന്തിരി വൈന്. കയറിപ്പോയി നോക്കാം. കാർ പാർക്കിംഗ് ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. പറ്റുമോ? ഉള്ള കയറി കാണാൻ പറ്റുമോ? உள்ள கேளு வண்டி போக ஆளுக்கு போவோம். ஆள் போலாம். வண்டியை பார்க்கிங் பண்ணிருங்க. காப்பியை குடிங்க, போயிங்க.
പാക്കണം. ഓക്കെ. കാപ്പി കുടിക്കണമെന്നോ? കാപ്പി കുടിക്കണേ, കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പി കുടിക്കണം നമുക്ക് ബന്ധമൊന്നുമില്ല. ആ മരത്തേന്ന് എന്താ പറിച്ച് തിന്നുന്നുണ്ട്, നോക്കാം നമുക്ക്. ആ ഞാനും കണ്ടില്ല ഒന്നും. പൂവാണ്. അല്ല മമ്മി, ഒരു കുഞ്ഞു കുഞ്ഞു കായുണ്ട്. ആ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയത് എവിടെയാ? തമിഴ്നാട്ടിൽ. അപ്പോൾ മമ്മി ആദ്യം കൊണ്ടൊരു വണ്ടിക്കകത്തിരിക്കും കേട്ടോ. മമ്മി ഒരു സാധനം കഴിക്കില്ല പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ഒരു കട്ടൻ ചായ പോലും. പിന്നെ ഞങ്ങൾ ചോറ് കൊണ്ടുവന്നില്ല, ചോറ് കൊണ്ടുവന്നുകൊണ്ട് അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട്. അല്ല അത് കഴിക്കത്തില്ല, പട്ടിണിയായാലും. ഇവിടെ ഇഷ്ടംപോലെ വൈൻ ഇരിപ്പുണ്ട് കേട്ടോ. വൈനുണ്ട്, അതുപോലെ മുന്തിരിങ്ങ നമുക്ക് തൂക്കി. ഇവിടെ ബാക്കിലേക്ക് മുന്തിരി തോട്ടമാണ്. ഇവിടെ നമുക്ക് തൂക്കി മേടിച്ചോണ്ട് പോകാം മുന്തിരി. ഇവിടെ വൈൻ വില വൈനിനൊന്നും അറിയത്തില്ല. മുന്തിരിക്ക് 60 രൂപയാണ് കിലോ പറഞ്ഞു കേട്ടോ. ഫ്രഷ് മുന്തിരി അന്നേരം കട്ട് ചെയ്ത് തരും. കിലോ 60 രൂപ. ഇപ്പോൾ ഈ വെയിലായിട്ടാണ് വില കൂടി നിൽക്കുന്ന സമയമാണ്. കണ്ടോ ഇവിടുത്തെ ഗ്ലാസ് ഉണ്ടോ? ഉഴുന്നോടെ കഴിച്ച് കഴിഞ്ഞു. ചേച്ചിയൊരു പരിപ്പോടെ ചോദിച്ചിട്ടുണ്ട്. മമ്മിക്ക് ഒരു പരിപ്പോടെ കൊണ്ട് കൊടുത്തു നോക്കാം, കഴിക്കുമെന്ന് കണ്ടറിയണം. ചിലപ്പോൾ തന്നെ ഓടിക്കുന്നുണ്ട്. ഭയങ്കര മധുരം കേട്ടോ. ഒരു പരിപ്പോടെ മമ്മിക്ക് കൊണ്ട് കൊടുത്തു നോക്കാം, മമ്മി കഴിക്കുമെന്നറിയാം. യോഗ തന്നെ ഓടിക്കും. കഴിക്കാം. ഈ കട്ടൻ കാപ്പി കൊണ്ടേ എന്താ ഭാഗ്യം, അത് മേടിച്ചു. ഇഷ്ടമില്ല